ഓക്കെ. ഹലോ, അതെ കൺട്രോളർ തങ്കു തൈക്കാട്. അതിന്റെ പൂജ ഇന്ന് നടക്കും. 2 പൂജ മുടങ്ങിയ ഏക പടമാണ് കളഞ്ഞുകിട്ട കഥ. അറിയാലോ, ഇപ്പൊ 3ാമത്തെ പൂജ മുടങ്ങാതെ നടത്തി കഴിഞ്ഞാലേ പടം മുന്നോട്ട് പോകുന്ന പ്രൊഡ്യൂസർ പറയണേ. അല്ല അതങ്ങനെ 11:30ക്ക് തിരിതെളിക്കും. അപ്പൊ തന്നെ ആദ്യത്തെ സീൻ എടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ പടം മുന്നോട്ട് പോകത്തില്ല, ചെയ്യത്തില്ലെന്നാ പറയണ. എന്തായാലും ഇന്ന് പൂജ നടത്തണം. പിന്നെ പോരി സാർ പോരി. ഓക്കെ എന്നാ ഞാൻ വിളിക്കാം, ഇത്തിരി തിരക്കാണേ. ഓക്കെ ഓക്കെ. ഹലോ, അതെ തങ്കു തൈക്കാട് ശരിയാണ് കൺട്രോളർ. കുഴപ്പമില്ല. ഓക്കെ പോരി, ആ ഹോട്ടലിൽ തന്നെയാണ്. സാർ ഇത് 3ാമത്തെ പൂജയാണ്. ഇത് കൃത്യമായിട്ട് നടത്തണം. ഒരു മുടക്കം വരാൻ പാടില്ലെന്ന് കയ്യും കാലം പിടിച്ച് ഞാൻ 1 കോടി രൂപയ്ക്ക് തീർത്തു കൊടുക്കാൻ ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് സാർ. എന്തിനാ ടെൻഷൻ? ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയല്ല, അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടല്ലോ. സാറേ ആദ്യമായിട്ട് സംവിധാനം ചെയ്യണമെന്ന് പറയരുത്. പിന്നെ സാർ 6 പടം ചെയ്തെന്ന് പ്രൊഡ്യൂസറോട് ഞാൻ പറഞ്ഞ് അടിച്ചേപ്പിച്ചേക്ക്. അറിയോ? അത് 1 പടം പോലും ചെയ്യാത്ത ഞാൻ 6 പടം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ടെക്നിക്ക്. ഈ 1 കോടി രൂപയുടെ പ്രൊഡ്യൂസർ ഒപ്പിച്ചത് സാർ തെലുങ്കിൽ, കന്നഡ തെലുങ്കിലൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ വീഴും. അങ്ങനെ പിടിച്ചേക്കണം. ഓക്കെ. ക്യാമറമാൻ സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട. കിടിലൻ ക്യാമറമാനാ, ഓടി നടന്ന് ഷൂട്ട് ചെയ്തോളും. ആണോ? ശരവണൻ. അടിപൊളി. എന്റെ ചിറ്റപ്പന്റെ മോരാ ശരവണൻ. എന്താ ഇയാളാണ് ഓടി നടന്ന് ഷൂട്ട് ചെയ്യുന്നത്? എന്താ ക്യാമറമാൻ? ഗംഭീര ക്യാമറമാനല്ലേ? ഇത് എന്ത് ക്യാമറമാനാണ് ഇങ്ങനെ ഓടി നടന്ന് എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന പറയണ? അതെ, ഇരുട്ട് മൂടി കിടക്കാണ് കേട്ടോ. ഇവിടെ സംഭവം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, വെട്ടയില്ല. അതാണ്, വെട്ടയില്ലെങ്കിൽ നല്ല വെട്ടുണ്ടല്ലോ. അതെന്താണ്? എവിടെ വെട്ടമുണ്ടെന്ന് കണ്ണെടുത്ത് കണ്ണ് കാണാൻ പാടില്ലേ? കണ്ണ് കാണാം. പക്ഷെ കാര്യമുണ്ട് സാറേ, ഓടി നടന്ന് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കല്യാണ വർക്ക് എടുക്കണതാ. കല്യാണത്തിന് സദ്യ, വരനിറങ്ങണത്, വരം പുറപ്പെടുന്നത്, എല്ലാ സാധനവും ഓടി നടന്ന് എടുക്കുന്ന പടം ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഇത് സിനിമയാണ്, കല്യാണമല്ല. അടിപൊളിയായിട്ട് ചെയ്യും. കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയല്ലേ എന്റെ അടുത്ത്. കല്യാണത്തിന് ചെറുക്കനിറങ്ങണ എടുക്കും, പെണ്ണിറങ്ങണ എടുക്കും, സദ്യ കഴിക്കണ എടുക്കും. ഇത് കൂടാണ്ട് അവരുടെ സീനുണ്ട്, ഇങ്ങനെ പാട്ട് സീൻ. ഇതൊക്കെ വരെ ഞാൻ ഷൂട്ട് ചെയ്യണം. കൊച്ചായിട്ട് കാണാം. അല്ല, എനിക്കൊരു ഡൗട്ടുണ്ട്. എനിക്കൊരു കാര്യം ചോദിച്ചാൽ മതി. ക്യാമറ ഏതാ? ക്യാമറ ഏതാണ്? അതല്ല, റെന്റിനെടുത്ത ക്യാമറ എന്നാ പറഞ്ഞത്. റെന്റിനെടുത്താണെങ്കിലും റെഡ് വെച്ച് ഷൂട്ട് ചെയ്യാം. ക്യാമറ റെഡ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 പേര് സിനിമാക്കാരാണെന്നാണ് ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞേക്കണത്. സിനിമാക്കാരെ പോലെ നിന്നോണം. ടെൻഷൻ ഒന്നും വേണ്ട. നമ്മള് സാർ ആക്ഷൻ പറയുമ്പോ മിഡും വൈഡും വെച്ച് അങ്ങോട്ട് എടുത്തേച്ചാ മതി. മുട്ടും കടലേ മുട്ടക്കറി ഇവിടെ മിഡും വൈഡും വെച്ച് എടുക്കാൻ പറഞ്ഞു. അതെന്താ സംഭവം? ഡൗട്ടുള്ള ക്ലിയർ ചെയ്താ. അതറിയാൻ പാടില്ല. എന്താ പറഞ്ഞോ? മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിസ്റ്റ് നിൽക്കുമ്പോ മുട്ടോളം എടുക്കണത് മിഡ്. വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ നിൽക്കുമ്പോ നമ്മൾ മൊത്തത്തിൽ എടുക്കുന്നത് വൈഡ്. ഇനി പിടുത്തം കിട്ടിയില്ല സാർ ആക്ഷൻ പറയുമ്പോ മിഡ് ആണെങ്കിൽ ഞാൻ പറയും മിഡ് വൈഡ് മിഡ് വൈഡ് മിഡ്. നല്ല കളി, ഞാൻ പുറകിന്ന് കാണിക്കാൻ എടുത്തോണം. അങ്ങനെ എടുത്തേച്ചാ മതി. ഒരു കാര്യം, ഞാൻ മൊത്തം വൈഡ് എടുത്ത് അങ്ങോട്ട് വെക്കും. സാറേ, എനിക്ക് അങ്ങോട്ട് മനസ്സിലായി. വേഷം മനസ്സിലായില്ലേ? ഇല്ല. ഞാനല്ലേ സാറിന് റീചാർജ് ചെയ്ത് തന്നെ. അയ്യോ, സൈബർ സൂനിയ. ഇവനാണ് എന്റെ മൊബൈൽ എനിക്ക് റീചാർജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാരെയും തിരുതിര വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സൈബർ സുനി ഈ ലൊക്കേഷൻ വരാനുള്ള കാരണം? സാറ് ഞാൻ കഴിഞ്ഞ പൂജയിൽ ചെന്നപ്പോഴേ ഒരു വേഷം തരാന്ന് പറഞ്ഞു. പോലീസുകാരന്റെ വേഷം കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ വന്നപ്പോ ഇവന് ചേർന്നില്ല. വേഷമൊക്കെ തരാം, ആദ്യം വിളക്കൊന്ന് കത്തിക്കട്ടെ. വിളക്കിതുവരെ കത്തിച്ചില്ലേ? ഞാൻ താൻ എന്താണ് ഈ പരിപാടി കാണിക്കാൻ? വിളക്കത്തിക്കാൻ പോണു? അങ്ങനെയല്ല, ഞാൻ ക്യാമറ ആദ്യം ഓൺ ചെയ്തതിന് ശേഷം മാത്രമേ താൻ എടുക്കാവുള്ളൂ. ശരവണ, പൂജ കഴിഞ്ഞിട്ട് ക്യാമറ ഓൺ ചെയ്യാവുള്ളൂ, മനസ്സിലായോ? എന്റെ കല്യാണമല്ലേ ഞാൻ പറഞ്ഞ് പ്രൊഡ്യൂസർ വരുമ്പോ സിനിമാക്കാരനായിട്ട് നിന്നോണം. അതെ, ഇത് വിളക്ക് കത്തിക്കണ സെലിബ്രിറ്റി ആണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്, വന്നോളും. നിനക്ക് വേഷം തരാം. നീ അങ്ങോട്ട് പ്രൊഡ്യൂസർ എത്തിയില്ല അവിടെ. നമസ്കാരം സാറേ. പിന്നെ മനസ്സിലായില്ലേ? അച്ഛനാണ്. എനിക്കറിയാലോ, അച്ഛനെ വാർത്ത് വെച്ചേക്കാണ് സാറിന്. എന്റെ അച്ഛനല്ല, പിന്നെ എന്റെ ഭാര്യയുടെ അച്ഛനാണ്. ഭാര്യയുടെ അച്ഛനാ? അയ്യോ, ഭാര്യയെ വാർത്ത് വെച്ചേക്കാണ് അച്ഛനാ. വാർക്കപ്പണിക്കാരനാണ്. പ്രൊഡക്ഷൻ കൺട്രോളർ സാർ. അപ്പൊ അച്ഛനാണ് എന്റെ എല്ലാം. കാരണം ഞാൻ കുഞ്ഞുനാൾ പോലെ അച്ഛനില്ലാതെ ഞാൻ വളർന്നതാണ്. അപ്പൊ ഞാൻ പുഷ്പലതയെ കല്യാണം കഴിച്ച് അച്ഛന്റെ വീട്ടിലോട്ട് ചെന്നേ പിന്നെ അച്ഛനെ മരുമോനായിട്ടല്ല, സ്വന്തം മോനായിട്ടാണ് കാണുന്നത്. ഞാൻ തിരിച്ച് അമ്മായിയച്ഛനായിട്ടല്ല, സ്വന്തം അച്ഛനായിട്ട് കാണുന്നത്. അച്ഛൻ പറയുന്നതിനപ്പുറം ഞാൻ ചെയ്യുകയല്ല. കാരണം മുട്ടസൂചി എടുക്കരുതെന്ന് പറഞ്ഞാൽ എടുക്കത്തില്ല. അച്ഛനിപ്പോ എന്റെ കഴുത്തിരിക്ക് ചെന്ന് നോക്കിയാൽ എനിക്ക് പിണക്കമില്ല. അതുപോലെ സ്നേഹമാണ് എന്റെ അച്ഛൻ. അതുപോലെ എനിക്ക് സിനിമയായിട്ട് ബന്ധമില്ലെന്നൊന്നും കരുതണ്ട. പണ്ട് നമ്മുടെ മറ്റേ പടം ഉണ്ടല്ലോ,
അത് കുമാരസംഭവം. കുമാരസംഭവം കേട്ടിട്ടുണ്ടോ? പിന്നെ കുമാര സംഭവം കണ്ട് ചിരിച്ച് അല്ല ഇത് ഏത് സംഭവത്തിന്റെ കാര്യം പറയുന്നത്? സംഭവം മാറിപ്പോയി. വേറെ ഒരു പടം. മറ്റേ പടം കുമാരസംഭവം അതിന് പകുതി പൈസ മുടക്കിയത് ഞാനാണ്. കോ പ്രൊഡ്യൂസർ ആയിരുന്നു അതിന്റെ. അത് ശരി. അതുപോലെ തന്നെ ഓടയിൽ നിന്നുള്ള പടത്തില് സത്യമാഷ് ഒറ്റക്കാല റിക്ഷാ വണ്ടി ചവിട്ടി പിടിച്ചിട്ട് ഒറ്റക്കൈ കൊണ്ട് ബീഡി വലിക്കുന്ന സീൻ. ആ ബീഡി മേടിച്ചു കൊടുത്തത് ഞാനാ. ഇറങ്ങി കൊടുത്തില്ല. സിനിമയായിട്ട് ബന്ധമുണ്ട്. അത് തന്നെയല്ല, മതിലുകൾ സിനിമയില്ലേ, അതിലും മതില് പണിതൊരു താളായിരിക്കും. മേസ്തിരിയാണോ? കാച്ചങ്ങോട്ട് ചൊളവലം കൊണ്ട് ഇറക്കി മതിൽ അപ്പൊ സിനിമയായിട്ട് അടുത്ത ബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പടം ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോ ആദ്യമായിട്ടായിട്ട് പോലും അച്ഛൻ പറഞ്ഞു നീ ചെയ്തോ ഞാൻ എന്റെ കൂടെ ഒന്ന് പറയാം കേട്ടാ. അതുകൊണ്ട് അച്ഛൻ എന്റെ അച്ഛനെ ഒന്ന് ബഹുമാനിച്ചോണോ എല്ലാരും. അപ്പൊ നമുക്ക് ഷൂട്ട് തുടങ്ങണം. ദേ മഞ്ഞ് വീണ് തുടങ്ങി. മഞ്ഞ് വീണു പിന്നെ അല്ലാണ്ട് എനിക്ക് ക്യാമറ നോക്കി മഞ്ഞ് വീണ് തുടങ്ങി എന്ന് പറഞ്ഞു. എടുത്തുപോയി. ഇപ്പൊ എങ്ങനെ ക്യാമറമാനാ ഞാൻ പറഞ്ഞില്ലേ? ക്യാമറമാൻ ഇതല്ലേ അതെ, അതെ. മറ്റേ നാഷണൽ അവാർഡ്. അയ്യോ. കന്നഡയില് സാറിന് അറിയാം. കന്നഡയില് പടങ്ങള്. ഓ അത് ശരി ശരി. അതെ ബായ് കൈസാ ഹേ? അല്ല കന്നഡയാണെന്ന് പറഞ്ഞ ഇപ്പൊ ഹിന്ദിയാണ്. ഹിന്ദിയിലും അല്ല അല്ല അങ്ങനെ വേണം. കാരണം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആള് ഡയറക്റ്റ് ചെയ്യുമ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയ ആള് അത് ക്യാമറ ചെയ്യണം. തെലുങ്കിൽ ഏത് കലിങ്കിൽ? തെലുങ്കല്ല, തെലുങ്കിൽ എത്ര സിനിമ ഡയറക്ടറാന്നറിയാം. അപ്പൊ സാറ് തിരിതെളിക്കാൻ ഞാനപ്പോ വാസുക്കുട്ടൻ ജോത്സര് പറഞ്ഞു രാവിലെ 11:30-ക്കുള്ളിൽ നമ്മൾ തിരിതെളിച്ചിരിക്കണം. 11:30-ക്കുള്ളിൽ നമ്മൾ ഒരു സീനെങ്കിലും എടുത്തിരിക്കണം. അല്ലെങ്കിൽ നേരത്തെ പോലെ പൂജ മുടങ്ങും പടം നടക്കുകയില്ല. ഇല്ല മുടങ്ങില്ല സാർ. 11:30 ഷോട്ട് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. ചെയ്യാം സാർ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഞാൻ ചോദിക്കട്ടെ. എന്താ സാർ? അതായത് ഈ നായകനെത്തിയോ? നായകൻ ഇപ്പൊ ഫസ്റ്റ് 2 പൂജക്ക് വന്നിട്ട് മുടങ്ങിപ്പോയല്ലോ. അപ്പൊ ഇപ്പൊ വേറൊരു പടം ചെയ്തോണ്ടിരിക്കുകയാണ്. ആ ഷൂട്ടിന്റെ ഡേറ്റ് ജോയിൻ ചെയ്തോളാം. ഓ എനിക്ക് കോംപ്ലക്സ് അടിക്കുന്നുണ്ട്. എന്നാലും പോട്ടെ നടിമാരെത്തിയോ? നമ്മുടെ സഹനടിയല്ലേ, ആ കൂട്ടുകാരുടെ അനിയത്തിയായിട്ട് അഭിനയിക്കണം. അപ്പൊ അവര് വരുന്നുണ്ട്. അവരൊരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തൊരു പുതിയ കുട്ടിയാണ്. നടി വരുന്നുണ്ട്. നടി വരുന്നുണ്ട്. ഇന്നത്തെ അവരെ വെച്ചിട്ടുള്ള സീനാണ് നമ്മൾ 11:30 ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഞാൻ ചോദിക്കട്ടെ എവിടാണ് ഹോട്ടൽ? എവിടാണ് ഹോട്ടൽ? നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് സാർ. തൊട്ടടുത്താണോ? തൊട്ടടുത്ത് തന്നെയാണ്. എന്ത് ഇവിടെ എന്താ? ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ഡയറക്ടറോട് പറഞ്ഞായിരുന്നു. സാറാ പടം നടക്കട്ടെ സാറേ. പൂജയൊക്കെ മുടങ്ങി. ഞാൻ കാശ് മുടക്കുന്നില്ല. നമുക്ക് ഇതൊക്കെ അങ്ങനല്ലേ. 1 കോടി രൂപയ്ക്ക് കൊണ്ടുവന്ന ചെറിയ പടമല്ലേ ഈ പടത്തിലെ. ഡയറക്ടറോട് പറയാതെ അത് പറ. അല്ലാതെ ഞാൻ ആനെ കൂനെ സംഭവം ഒന്നും വേണം. നമ്മുടെ കൊക്കിലൊന്നും ഒരു സംഭവം തന്നാ അല്ല സാറേ. വൃത്തിയായിട്ട് നടിമാരോടൊക്കെ ഞാൻ അങ്ങനെ അത് പറയണം. പിന്നെ ഞാൻ പൈസ മുടക്കത്തില്ല. പിന്നെ അല്ല നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വന്നേ. എന്താ ഇതിപ്പോ 3ാമത്തെ പൂജ ഇവരായിട്ട് തന്നെ മുടക്കും. അതായത് പുള്ളി പ്രൊഡ്യൂസർ ആണല്ലോ. പുള്ളിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചേക്കെ. എന്തെന്ന്? അതായത് ഈ സാറ് ചൂടാകരുത്. എന്താ കാര്യം പറ. നമ്മുടെ നടിമാരില്ലേ, പുള്ളിയായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അനാവശ്യം പറയരുത്. എന്റെ സിനിമയുടെ ലൊക്കേഷൻ ഈ വക പരിപാടി നടത്തല. എന്താ ഇവരുടെ ചിന്താഗതി എന്താ? പടം മുടക്കരുത്. ഞാനേ അത് ഈ ആടിനെ പ്ലാവല കാണിച്ച് കൊണ്ടുനടക്കണ പോലെ പടം തീരണവരെ കൊണ്ടുപോയിക്കോളാം. കുഴപ്പമില്ല, നമുക്ക് തിരിതെളിക്കാം. എന്റെ സിനിമയിൽ ഈ പരിപാടി സാർ ചൂട്. എന്താ സാർ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറയണത് പടം തുടങ്ങിയിട്ട് നമുക്ക് ഇപ്പൊ ഫിക്സ് ചെയ്യണം. അല്ലെ പിന്നെ നിങ്ങൾ അവസാനം നിങ്ങളുടെ റൂട്ട് അതൊന്നും ശരിയാവില്ല. ഞാൻ ആദ്യമായിട്ടാണ് പടം എടുക്കുന്നത്. പക്ഷെ അടിതളകളെല്ലാം എനിക്ക്. ഞാനൊരു കൺട്രോളറാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ കാശ് കൊടുക്കുന്നതിന് ഒരു വലിയ പറഞ്ഞൊന്നും ഇത് തനിക്കിപ്പോ എന്നെ കാണാൻ ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് തനിക്കൊരു ഡൗട്ട്. അല്ല അതല്ല ഞാൻ പറഞ്ഞത്. അതല്ലേ ഇതേ സംശയം എന്റെ ഭാര്യക്കുണ്ടായിരുന്നു. അവള് പറഞ്ഞു നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ ചെറിയൊരു ഡോസം കാണിച്ചു കൊടുത്തു. അപ്പൊ തന്നെ അവള് പറഞ്ഞു നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇത് അതിനോട് പറയണമെന്ന് പറഞ്ഞു. ഭാര്യയോട് പറഞ്ഞു. പിന്നെ ഞാൻ അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നെ വാട്സാപ്പിൽ അയച്ചു. അല്ല അത് കണ്ടിട്ട് മതി. അച്ഛനോട് പറഞ്ഞു. അയ്യോ അല്ല അച്ഛൻ ചെയ്യുന്ന കുഴപ്പമില്ല. ചുമ്മാ സാറ് നമുക്ക് തിരിതെളിക്കാം. എന്തായാലും പിന്നെ അതെ എല്ലാവരും കൂടെ ശ്രദ്ധിക്കാൻ ഒരു പ്രധാനപ്പെട്ട കേസ്. അച്ഛൻ തന്നെ എഴുതി അച്ഛൻ തന്നെ ഡയറക്ട് ചെയ്യുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് നമ്മുടെ സിനിമയിൽ ഇടണം. അത് വീട്ടിലിരുന്ന് പാടിയാ മതി. അല്ല വീട്ടിലെ സീനിൽ പാടാ സാറ്. സമയം പോയി കഴിഞ്ഞാൽ പൂജ മുടങ്ങും. 11:30 ഷൂട്ട്. അങ്ങനെയാണെങ്കിൽ ആ പാട്ട് നമുക്ക് ശരിക്കും ചെറുക്കനും പാർട്ടി ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ കൊടുക്കില്ലേ, ഇത് കൊടുത്തു കഴിയുമ്പോ ഈ പാട്ട് വരമ്പത്ത് കൂടി അങ്ങോട്ട് എടുക്കണം. അടിപൊളിയായിരിക്കും ആ പാട്ട്. അല്ല വരമ്പേ കൂടി കണ്ടു മാറിക്ക് ആദ്യം പാട്ട് എനിക്ക് കേൾക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ പാട്ട് സിനിമയിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല സമയം പോകും സാറേ. നമുക്ക് ഷൂട്ട് ഞാൻ പാടാം. ഞാൻ തന്നെ എഴുതിയ പാട്ടാണ്. വണ്ടി വരണ്ടെങ്കിൽ മാറ്റി കൊടുക്കും. ഒരു വണ്ടി വരണ്ട അവിടുന്ന്. വണ്ടി വരുന്നതല്ല അച്ഛൻ പിടിച്ചതാണ്. കൊള്ളട്ടെ. കിയോ കിയോ കിരുവി ഞാനൊരു കിയോ കിയോ കീ കിയോ കിയോ കിരുവി ഞാനൊരു കിയോ കിയോ കീ നെല്ലിമരമൻ കുഞ്ഞു കുരുവിക്ക് കിയോ കിയോ കുരുവി ഞാനൊരു കിയോ കിയോ കീ. ഗുരുവിനെ കൊണ്ടാക്കിയാ കൊണ്ടുപോയി. ഗുരുവിനെ കൊണ്ടാക്കി ഇത് നമുക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് പടത്തിന്റെ ഇടയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഓടും. 150 ദിവസം ഓടും. കണ്ടം വഴി ഓടും. അല്ല കണ്ടം വഴി ഓടി ആൾക്കാർ തിയേറ്ററിൽ കയറും. അപ്പൊ എന്തായാലും പാട്ടൊക്കെയാണ്. പാട്ടൊക്കെയാണല്ലോ സാറേ.
നമുക്ക് എന്തായാലും തിരികെ കളിക്കാം ഞാൻ celebrate- എന്തോ സോന വന്നു സോന ആ സാറേ നടി വന്നിട്ടുണ്ട് വന്നോ? നടി വന്നു ആവശ്യമില്ലാത്തൊന്നും ഞാൻ പറയുന്നു ഞാൻ പറയാം. നമസ്കാരം ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഞാൻ തങ്കു തൈക്കാട്ടുശ്ശേരി കൺട്രോളർ ഓ എന്നെ വിളിച്ചിരുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ പറയൂ. ക്യാമറമാൻ ഡയറക്ടർ ഓക്കെ. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വേണ്ട പരിചയപ്പെടാം. സാർ നമുക്ക് തിരികെ കളിക്കാം തനിക്ക് ഞാൻ direct പറയാതെ. സാറേ സെലിബ്രേറ്റ് വെയിറ്റ് എത്ര പേര് ഞാൻ വിളിച്ചിട്ടാണെന്ന് സെലിബ്രേറ്ററി ആണോ? ഞാനത് ഇത്രയും പൈസ മുടക്കിയിട്ട് പിന്നെ കാര്യം അറിയണ്ടേ പിന്നെ? അല്ല അത് ചെന്ന് പറ അത് ഞാൻ പറയാം. അതെ ഒന്നിങ്ങി വരാം ഒരു മിനിറ്റ് പറയണ്ടേ നമ്മള് കാശ് മുടക്കുമ്പോ ആ നിൽക്കുന്നതാണ് പ്രൊഡ്യൂസർ ആ ആദ്യമായിട്ട് പടം ചെയ്യാണ് ആ അപ്പോ അദ്ദേഹം പിന്നെ- പറഞ്ഞോളൂ. അല്ല അല്ല അതല്ല ഈ മാഡത്തിന്റെ കൂടെ ആ. കുറച്ചു നേരം ഒന്ന് സംസാരിക്കണം ഒന്ന് തട്ടി മുട്ടിയൊക്കെ താൻ എന്തോടാ അന്വേഷണം പറയുന്നത്? അങ്ങനെയല്ല ഇതിനാണോ എന്നെ വിളിച്ചത്? അതല്ല അത് ഒന്ന് അകന്ന് സംസാരിച്ചാൽ ചൂടാവണ്ട ഹലോ 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 പറഞ്ഞോ പറഞ്ഞു സാർ അപ്പൊ എന്തായാലും പടത്തിന്റെ പൂജ കഴിച്ചിട്ട് ഷൂട്ട് അല്ല തുടങ്ങാം ജസ്റ്റ് അത് ഇപ്പൊ അങ്ങ് ഉറപ്പിക്കുവാണെങ്കിൽ ഞാനതാ പറഞ്ഞു പിന്നെ അല്ല 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 സാർ ഇത് സമയം പോകും സാറേ സാറിന്റെ ഒന്നുമില്ല ഒരു നേരിട്ട് പറ നേരിട്ട് പറഞ്ഞു ഹലോ ഞാൻ ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷെ എന്നോട് അറിയാവുന്നവരൊക്കെ പറഞ്ഞു നമ്മൾ പൈസ മുടക്കുമ്പോൾ നമ്മൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല എന്ത് പറഞ്ഞില്ല പറഞ്ഞു ജസ്റ്റ് കുഴപ്പമില്ല ഞാനത് നന്നായിട്ട് ചെയ്യും തൊട്ട് സംസാരിച്ചാലുണ്ടല്ലോ. വരട്ടെ അല്ല 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 അങ്ങനെ സമ്മതിക്കായിരുന്നു കഴിഞ്ഞാൽ ഞാൻ ബലം പ്രയോഗിച്ച് ഞാൻ ചെയ്യും ആ അനാവശ്യം പറഞ്ഞ അണപ്പല്ലടിച്ച് താഴെ ഇടും ഞാൻ. അതെന്തിനാണ് പിള്ളേർ അല്ല അടിക്കരുത് ഇയാൾ എന്താ അനാവശ്യമൊക്കെ പറയുന്നേ? പ്രശ്നം അതെ സാറേ ഞാൻ ഒരു കാര്യം പറയാം 2 പൂജ മുടങ്ങിയ പടമാണ് ഇത് അതെ. സാറിന്റെ ഈ സ്വഭാവമാണെങ്കിൽ പടം മുന്നോട്ട് പോകില്ല ഉള്ള കാര്യം പറ. ഞാനെന്ത് പറഞ്ഞു എന്തിനാ സാറിന് കാശ് കൊടുക്കുമ്പോൾ നടിമാര് സാറിന്റെ കൂടെ ഇരുന്ന്? നടിമാരാ പിന്നെ ആര് പറഞ്ഞു സാറ് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ ഞാൻ കാശ് കൊടുക്കല്ലേ അപ്പൊ ഞാൻ ഇതിനകത്ത് നടിയുടെ കൂടെ ഒരു വേഷം ചെയ്യും ഞാനും ചെയ്യും അതാ ഞാൻ പറഞ്ഞു ഞാൻ ഭാര്യയെ കാണിച്ചു അവള് പറഞ്ഞു അസലായിട്ട് ഞാൻ ചെയ്യുമെന്ന് അപ്പൊ അച്ഛന് കൊടുക്കണ ഒരു വേഷം അഭിനയിക്കാനാണ് അല്ല, പിന്നെ തന്റെ ഇതൊന്നും ഇവിടെ നടക്കല്ലേ ഓ, എന്റെ ദൈവമേ പിന്നെ സോറി അഭിനയിക്കാൻ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് തിരിതെളിക്കാം ഞാൻ സെലിബ്രേറ്റിനെ വിളിക്കാം സമയം പൊക്കോണ്ടിരിക്കുകയാണ് പിന്നെ സമയം പൊക്കോണ്ടിരിക്കുകയാണ് ഞാൻ ആ സർപ്രൈസ് ഇതുവരെ സാറിനോട് പറഞ്ഞിട്ടില്ല സെലിബ്രേറ്റ് ആരാൻ സാർ അറിഞ്ഞില്ലല്ലോ ഇല്ലില്ല ആരാന്നറിയാവോ മലയാള സിനിമയുടെ മുത്ത ആണോ പിന്നെ മിമിക്രി എന്ന സിനിമയിലെത്തിയ നമ്മുടെ സ്വന്തം കോട്ടയം നസീർ എന്തോരം വിളിച്ചതറിയാവോ തിരക്കിനിടയിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട് സാർ അവിടെ ഉണ്ട് ഞാൻ വിളിച്ചോണ്ട് വരാം ഇത് എവിടെ പോണ്? നിന്റെ നിന്റെ കല്യാണമല്ല അവിടെ പോയി നില്ലി ഞാൻ ഇവര് ഈ വിളിച്ചോണ്ട് വരാം. കുതിരപ്പുറത്ത് നടന്ന് എന്നാ കാണിക്കും അദ്ദേഹം അവിടെ റൂമിലുണ്ട് ഞാൻ വിളിച്ചോണ്ട് വരാം കേട്ടോ സാറേ വിളിച്ചോണ്ട് വരാം. പൈസ പ്രശ്നം പതിനൊന്നല്ലേ ആവുള്ളൂ. ഇഷ്ടം പോലെ കാശ് ഓക്കേ, 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 ഓക്കേ. ഒന്നും ചെയ്യിക്കില്ല. ഒന്നും വിചാരിക്കില്ല ചേട്ടാ, ഞാൻ അങ്ങനെ അതല്ല ചെയ്യുന്നത്. ഒരു കൈയ്യടി കൊടു ഒരു കൈയ്യടി അപ്പൊ സാറ് സമയമായി നമ്മൾ പ്രൊഡ്യൂസറാണ് എന്റെ അച്ഛനാണ് അച്ഛനാണ് ഇത് അമ്മാവനല്ല ക്യാമറാമാൻ മണിയൻ തെലുങ്കോടെ ചെയ്താ അത് നമ്മുടെ പുതിയ നായികയാണ് എന്നാ പിന്നെ താമസിക്കണ്ട മീശയ്ക്ക് തീ പിടിക്കാൻ നോക്കിയാ മതി. അയ്യോ, എന്റെ അച്ഛൻ. സമയം പോവാൻ വാസുക്കുട്ടൻ ജോലിച്ചേരി പറഞ്ഞേക്കുന്ന 11 ഒരു സീൻ എടുക്കണം പെട്ടെന്ന് അവിടെ ഓക്കെ അപ്പൊ എന്തായാലും വളരെ തിരക്കിനിടയിൽ ഇവിടെ വന്ന് ഞങ്ങളുടെ കളഞ്ഞു കിട്ടിയ കഥയ്ക്ക് തിരിതെളിച്ചാൽ ഒരുപാട് സന്തോഷം എന്തായാലും പൂജ ഭംഗിയായിട്ട് നടന്നല്ലോ എന്തായാലും ആയിക്കോട്ടെ അപ്പൊ എല്ലാം ഓൾ ദി ബെസ്റ്റ്. ആയിക്കോട്ടെ സാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ ആദ്യമായിട്ട് ഇത്ര അടുത്ത് കാണുന്ന അതിന്റെ ഒരു സ്നേഹം കൊണ്ടാ സത്യം പറഞ്ഞല്ലോ കൊറോണ ഇല്ലെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ ഞാൻ തന്നെ ഈ കൊറോണ കാരണം ഇങ്ങനത്തെ എത്ര ഉമ്മയാ പോയെന്നറിയാമോ? എന്നാ പോട്ടെ. താങ്ക് യു സാർ ഓക്കെ എന്നാ അതെ അപ്പൊ ഇനി തേങ്ങ ഉടയ്ക്കാം. തേങ്ങ ഉടയ്ക്കാം ഓക്കെ ആ സാർ ഉടച്ചോ ക്യാമറ തീ. കറക്റ്റ് സമയാ ഇത് കഴിഞ്ഞ ഉടനെ സീൻ എടുക്കാം കേട്ടോ ഫസ്റ്റ് ഷോട്ടാണ് ഞാനേ സാറേ ഇത് കഴിഞ്ഞ ഉടനെ ക്ലാപ്പ് അടിക്കും അപ്പൊ സാറ് പിന്നെ പ്രൊഡ്യൂസറെ ഏത് ക്നാപ്പർ അടിച്ചാലും തിരിച്ചടിക്കും അതല്ല ക്ലാപ്പ് അപ്പൊ സാറേ എല്ലാവരും അനുഭവത്തോടു കൂടി ഞാനങ്ങ് പൊട്ടിക്കാൻ പോണ്. ആയിക്കോട്ടെ ഈശ്വരാ മോനെ പുള്ളി പൊട്ടിക്കാൻ പോണേ അല്ലാതെ പുള്ളിയാണ് പൊട്ടിക്കേണ്ടത് അതൊക്കെ ശരിയാന്നേ ഞാനല്ലേ പൊട്ടിക്കണ്ടേ ഞാനല്ലേ മൂത്ത ആള് എന്നറിയാമോ ഞാൻ ഇന്നേ ഒരു അച്ഛനെ ധിക്കരിച്ചിട്ടില്ല അല്ല മോനെ മോൻ ഇപ്പൊ ഞാനൊന്ന് ധിക്കരിക്കുവാ ഞാൻ പ്ലീസ് അത് അവരുടെ ഡ്യൂട്ടിയാണ് ഇല്ല ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടല്ലേ മോനെ അതെന്നാ പരിപാടി സാറേ സാറേ തർക്കിക്കേണ്ട സമയം പോകും അച്ഛനോട് ഒച്ചോട്ടെ കുഴപ്പമില്ല അവരാണ് അല്ല, ഞാൻ തന്നെ ഉടക്കാം. കൊടുക്ക് സാർ പ്രൊഡ്യൂസർ ഉടച്ചോട്ടെ ഞാനല്ലേ അതിന്റെ സംഭവം. ഉടച്ചോട്ടെ കുഴപ്പമില്ല. എനിക്കതാ സന്തോഷം എനിക്കതാ സന്തോഷം എല്ലാ ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ കല്ലിൽ ഉടക്കണേ ആയിക്കോട്ടെ അല്ലാത്ത വീട്ടിലെ പെട്ടെന്ന് ഫസ്റ്റ് സീനി കുട്ടിയുടെ എടുക്കണേ ദൈവമേ മൂന്നാമത്തെ പൂജയാണേ കാല എന്റെ കാത്തു തല്ലി പൊട്ടിച്ച്
സാറ് തന്നെ കാണിച്ചു വെച്ചേക്കണം. 5 ലക്ഷം രൂപ ക്യാമറ ഇടുന്നത് എനിക്കറിയാം. ഫസ്റ്റ് സീൻ ഞാൻ എങ്ങനെ ഷൂട്ട് ചെയ്യും? എന്താ എടാ മുതലക്കണ്ണ നിനക്ക് എന്തിന്റെ വിഷമത്തിലാണ് നീ രാവിലെ എന്റെ കൂടെ വന്നത്? നിനക്ക് സഹിക്കാൻ വയ്യാതെ വന്നാണ് എന്റെ കൂടെ. എടാ ആ ചാരുകസേന വീട്ടിൽ ഇരുന്ന് ബീഡിയും പറിച്ചോണ്ടിരുന്ന നീ എന്തിനാ നീ എന്റെ കൂടെ ഇവിടെ വന്ന് നശിപ്പിച്ചേ? ആ ക്യാമറ 15 ഷൂട്ട് ചെയ്യേണ്ടതാ നീ. എടാ നീ കുമാരസംഭവത്തിൽ എന്തുകൊടുത്താ നീ? നിനക്ക് 5 പൈസ ഉണ്ടാണ് നിന്റെ നീ കുമാരസംഭവത്തിൽ നീ കോപ്പറേറ്റീവ് ആയിട്ട് വന്ന് നീ സത്യം മാറ്റി ബീഡി മേടിച്ചു കൊടുത്താ നീ. എടാ കട്ടൻ ചായക്ക് നിവൃത്തിയുള്ളവനാണ് നീ. അതിന്റെ കാരണം ചാടിച്ച എന്റെ പൊട്ടി ഒന്ന് നിർത്താൻ പറ മനുഷ്യൻ. ആവശ്യമില്ലാതെ പണി മുടക്ക്. എന്റെ കല്യാണം എത്ര കല്യാണം അവർക്ക് പോയത്? സമാധാനിക്ക് 11:30 പോണോ ഇനിയിപ്പോ എന്ത് ചെയ്യാ? 11:30 ആകണമെങ്കിൽ ഇനി വേറെ ക്യാമറ കൊണ്ടൊന്ന് മുഹൂർത്തം തെറ്റും പിന്നെ പടം നടക്കുക. ആ പടം എങ്ങനെയാലും ചെയ്താൽ പറ്റത്തുള്ളൂ. വേറെ ക്യാമറ കൊണ്ടുവന്നാലും ചെയ്താൽ എന്റെ സാറേ 1 കോടി രൂപയ്ക്ക് പടം തീർത്തരാന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ 3 പൂജയും കൂടി 75 ലക്ഷം രൂപ ചെലവായിരിക്കാണ്. ആ, അത് ബാലൻസ് 25 ലക്ഷം രൂപയുള്ളൂ. ആ 25 രൂപ വെച്ച് നമ്മള് പടം ഷൂട്ട് ചെയ്യും. 25 ലക്ഷം രൂപ പറ്റിയല്ലേ? 75 ലക്ഷം രൂപ കൂടെ തന്നാലേ പടം ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ. ഇല്ല 25 വെച്ച് പടം ഷൂട്ട് ചെയ്താൽ മതി. 25 ലക്ഷം രൂപ വെച്ച് നടക്കല്ലെന്ന്. ഓനെ 25 ലക്ഷം രൂപ ബാക്കിയുണ്ടോ? ഉണ്ട്. എന്നാൽ നമുക്ക് അടുത്തൊരു പൂജ കൂടെ നടത്തിയാലോ? പോടാ.